അപ്പോൾ ഹായ് സുഹൃത്തുക്കളെ, സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ മോഡ്യൂള് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന പുതിയൊരു മേഖലയെക്കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? അപ്പോൾ അതിന് അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ ഉണ്ടാകുന്നു, കെമിക്കൽ എനർജിയുടെ സഹായത്തോടു കൂടി എന്നതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നോക്കൂ, എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി? എന്താണ് നമ്മളിപ്പോൾ ഏത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും ഫസ്റ്റ് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നോക്കും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നു ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ്, അതൊരു പഠനമാണ്. എന്തിനെക്കുറിച്ച്? സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ കെമിസ്ട്രി. എങ്ങനെ ഉള്ള പ്രൊഡക്ഷൻ? ഫ്രം എനർജി റിലീസ്ഡ് ഡ്യൂറിങ് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് പിന്നെയോ ആൻഡ് ദ യൂസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ബ്രിങ് എബൌട്ട് നോൺ സ്പോണ്ടേനിയസ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പോൾ ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നും ഈ പ്രോസസ്സുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അല്ലെങ്കിൽ ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എനർജിയുടെ സഹായമില്ലാതെ നടക്കുന്ന പ്രോസസ്സുകൾ, അതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. നോൺ സ്പോണ്ടേനിയസ് ആകുമ്പം എനർജിയുടെ സഹായത്തോടു കൂടി നടക്കുന്ന പ്രോസസ്സുകൾ. അപ്പം നിങ്ങൾ ഇത് വാട്ട് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം കെമിക്കൽ എനർജി. കെമിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പഠനങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇപ്പം എന്താണ്? രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വൈദ്യുതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വൈദ്യുതി കൊടുത്തുകൊണ്ട് നമുക്ക് രാസപ്രവർത്തനം നടത്താൻ സാധിക്കുന്നു. ഈ രണ്ട് പരിപാടികളും ഏതിനകത്ത് വരും? നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുള്ള എനർജിയെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില പ്രോസസ്സുകളെ നടത്താൻ പറ്റും. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് നടത്തിക്കൊണ്ട് ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്യാദി പഠനങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തുകൊണ്ട് പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് നടത്താനും പറ്റുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുഴുവൻ നമ്മൾ ആരുടെ അകത്ത് ഉൾപ്പെടുത്തുന്നു? ഈ ഇലക്ട്രോ കെമിസ്ട്രിയുടെ അകത്ത് ഉൾപ്പെടുത്തുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ അതിനെ ഉപയോഗിക്കാം, അതിൻ്റെ യൂസസ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് നോക്കൂ, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം. സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ്, അല്ലെങ്കിൽ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ യൂസ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറയാം, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം, അവയിലൊക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസിൽ വരുന്ന ഒന്നാണ് ഈ മെറ്റൽസിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഏതൊക്കെയാണ് മെറ്റൽസ്? നമ്മളെ സോഡിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്. സോഡിയം Na, മഗ്നീഷ്യം Mg, കാൽഷ്യം Ca, അലുമിനിയം Al. ഇവയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ്, ഈ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി ഒരു മെറ്റലിന് മുകളിൽ മറ്റൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ രണ്ടാമത്തേത് ഏതാണ്? ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുന്നു? ഇലക്ട്രോ കെമിസ്ട്രി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നോക്കുക, 3, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ. ആരുടെ?
മെറ്റൽസിൻ്റെ പ്യൂരിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കും. അതായത് ലോഹത്തിൻ്റെ നിർമ്മാണം. ലോഹത്തെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നു, ആദ്യം അതിനെ സാന്ദ്രണം ചെയ്യുന്നു, കോൺസെൻട്രേഷൻ നടത്തുന്നു, പിന്നെ അതിൽ നിന്ന് മെറ്റലിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് മെറ്റലിനെ നിർമ്മിക്കുന്നു. അത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ, ആ നിർമ്മിച്ച ലോഹത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. ആ പ്രോസസ്സ്, ആ മൂന്നാമത്തെ പ്രോസസ്സ് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെയും അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായത്തോടു കൂടി നടത്താൻ പറ്റും. അതുകൊണ്ട് അടുത്ത ഇമ്പോർട്ടൻസ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. എല്ലാ ലോഹങ്ങളെയും ഇതേപോലെ വൈദ്യുതിയുടെ സഹായത്തോടെ അല്ല പ്യൂരിഫൈ ചെയ്യുന്നത്, ചില ലോഹങ്ങളെ. അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, അതിനുവേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കുന്നു, ഇലക്ട്രോ കെമിസ്ട്രി ഉപയോഗിക്കുന്നു. പിന്നെ ബാറ്ററീസ് ആൻഡ് സെൽസ് യൂസ്ഡ് ഇൻ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മളിപ്പോൾ ടോർച്ചിനകത്ത് ബാറ്ററി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ റീചാർജ് ചെയ്യുന്ന ടോർച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ ഡ്രൈ സെല്ല് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ട്. വലിയ ബാറ്ററികൾ, നിപ്പോയുടെയും എവറിഡിയുടെയും ഒക്കെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ വാച്ചുകളുടെ അകത്ത് നമ്മൾ മെർക്കുറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെല്ലുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ കെമിക്കൽസാണ് വെച്ചിരിക്കുന്നത്. ഈ കെമിക്കൽസ് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ബാറ്ററീസ് ആൻഡ് സെൽസ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററി, അതേപോലെ ബാറ്ററി, സെല്ല് എന്നിവയുടെ ഒക്കെ നിർമ്മാണത്തിനും അല്ലെങ്കിൽ അവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു പ്രാധാന്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ സഹായം കൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ്? അതിലൊന്ന് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം എക്സെട്ര. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. മൂന്നാമത്തേത് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. നാലാമത്തേത് ബാറ്ററീസ് ആൻഡ് സെൽസ് യൂസ്ഡ് ഇൻ വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ്. വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററീസിൻ്റെയും സെൽസിൻ്റെയും ഒക്കെ നിർമ്മാണം ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 4 പോയിന്റ് കൃത്യമായി ഓർമ്മിച്ച് വയ്ക്കുക. ഇതിൽ നിന്നൊരു 3 പോയിന്റ് തന്നിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് അല്ലാത്തത് ഏത് എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യനായി ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത പോകുന്നു ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ. വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോ കെമിക്കൽ സെൽസ്? എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ? ഇലക്ട്രോ കെമിക്കൽ സെൽസ്, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകതരം സെല്ലുകളാണ്. അവ കൺവേർട്സ് എന്ത് ചെയ്യുന്നു? ദീസ് സെൽ കൺവേർട്സ് കെമിക്കൽ എനർജി ലിബറേറ്റഡ് ഡ്യൂറിങ് ദ റിഡോക്സ് റിയാക്ഷൻസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ സിമ്പിളി നമ്മൾ ചിന്തിക്കുക, ഈ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെല്ലുകളുണ്ട്. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. സിംപ്ലി എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇനി ഇതിനകത്ത് നമ്മൾ പറയാതെ പോയ 1-2 ടേമുകൾ. ഒന്ന് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയത്ത് നടക്കും, സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ റിഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഡോക്സ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് പ്രോസസ്സുകൾ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സുകൾ എന്തെന്ന് വിളിക്കും? റിഡോക്സ് പ്രോസസ്സുകൾ എന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ അകത്ത് ഓക്സിഡേഷനും നടക്കും, എന്തും നടക്കും? റിഡക്ഷനും നടക്കും. അപ്പം നമുക്ക് അവിടെ നടക്കുന്ന പ്രോസസ്സുകളെ റിഡോക്സ് പ്രോസസ്സുകൾ എന്ന് പറഞ്ഞൂടെ? പറയാം. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്ത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അങ്ങനെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിഡോക്സ് പ്രോസസ്സുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യപ്പെടുന്നത്? നിർമ്മിക്കുന്നത്. ഓക്കെയാണ്? ഓക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എന്താ? ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ എങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ റിഡോക്സ് പ്രോസസ്. റിഡോക്സ് പ്രോസസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബീക്കർ, ഇവിടെ മറ്റൊരു ബീക്കർ. ഓക്കെ, ഈ ഒന്നാമത്തെ ബീക്കറിനകത്ത് നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ബീക്കറിൽ മറ്റൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തേതിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ നമ്മളൊരു റോഡ്, ഒരു മെറ്റൽ റോഡിനെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റൽ റോഡ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ റോഡാണ്. സിങ്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ദണ്ടിനെയാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡിപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് താഴ്ത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു സൊല്യൂഷനിലായിരിക്കും. അതായത് സിങ്കിൻ്റെ തന്നെ ഒരു സൊല്യൂഷൻ, ഇപ്പം സിങ്ക് സൾഫേറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ തന്നെ ആയിരിക്കും അത് താഴ്ത്തി വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തെടുത്തിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ റോഡാണ്. കോപ്പറിൻ്റെ റോഡ്, ഈ കോപ്പറിൻ്റെ റോഡിനെ നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുന്നത് കോപ്പറിൻ്റെ തന്നെ ഒരു സൊല്യൂഷനിലാണ്. അതാണ് ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആവാം. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്തിരിക്കുന്നു? കോപ്പറിൻ്റെ റോഡിനെ താഴ്ത്തി വെച്ചിരിക്കുന്നു. ഓക്കെ ആണേ. അപ്പോൾ സിങ്കിനെ സിങ്ക് സൾഫേറ്റിലും അല്ലെങ്കിൽ സിങ്കിൻ്റെ സൊല്യൂഷനിലും കോപ്പറിൻ്റെ റോഡിനെ കോപ്പറിൻ്റെ സൊല്യൂഷനിലും താഴ്ത്തി വെച്ചിരിക്കുന്നു. ഈ ഇലക്ട്രോഡുകളെ തമ്മിൽ, സിങ്കിൻ്റെ ഇലക്ട്രോഡിനെയും അതേപോലെ കോപ്പറിൻ്റെ ഇലക്ട്രോഡിനെയും തമ്മിൽ നമ്മളൊരു വയറ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് വയർ അല്ലെങ്കിൽ കോപ്പർ വയറോ ഏതെങ്കിലും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെയോ ഈ രണ്ട് സൊല്യൂഷനുകളെ തമ്മിൽ നമ്മളൊരു യു ആകൃതിയിലുള്ള ട്യൂബ് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ യു ആകൃതിയിലുള്ള ട്യൂബിൻ്റെ പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. എന്താണ്? സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്ത് എന്തൊക്കെ കാണും എന്ന് ചോദിച്ചാൽ അവിടെ രണ്ട് ഇലക്ട്രോഡുകൾ കാണും, രണ്ട് സാൾട്ട് സൊല്യൂഷനുകൾ കാണും, ഒരു സാൾട്ട് ബ്രിഡ്ജ് കാണും, പിന്നെ ഒരു കണക്റ്റിംഗ് വയറോ മറ്റോ കാണും. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് സിങ്ക് റോഡ്, കോപ്പർ റോഡ്, അതിൻ്റെ പിന്നെ കറക്റ്റായിട്ടുള്ള റെസ്പെക്റ്റീവായിട്ടുള്ള സാൾട്ട് സൊല്യൂഷനുകളിൽ അവയെ ഡിപ്പ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒരു സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഉപകരണം കൊണ്ട്, എക്യുപ്മെൻ്റ് കൊണ്ട് ഈ രണ്ട് സൊല്യൂഷനുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്രമീകരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ റിഡോക്സ് പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നിന്ന് എന്തുണ്ടാകുന്നത്? വൈദ്യുതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുമെന്നും പറഞ്ഞു. അപ്പം നോക്കാം ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ഇതാ നോക്കൂ, ഇവിടെ സിങ്ക് ഉണ്ട്. നമ്മൾ ഈ പടത്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇവിടെ സിങ്ക് ഉണ്ട്, ഇതിൻ്റെ ബ്രാക്കറ്റിൽ എസ് എന്നിട്ടിരുന്നാൽ സിങ്ക് സോളിഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി Cu2+, Cu2+ എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ അയോണുകൾ, Cu2+ അയോണുകൾ. അതിൻ്റെ ബ്രാക്കറ്റിൽ AQ എന്നിട്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അക്വസ് എന്നാണ്. അക്വസ് ജലീയ ലായനിയാണ്, അല്ലെങ്കിൽ ജലത്തിൽ കോപ്പറിൻ്റെ അയോണുകൾ ഉള്ളത്. ഇനി അടുത്തത് Zn2+. ആദ്യം ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ഇക്വേഷൻ പറയാം. Zn2+, സിങ്കിൻ്റെ അയോണുകൾ. ദെൻ AQ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വസ് മീഡിയം, അതായത് ജലീയ അല്ലെങ്കിൽ ജലത്തിൻ്റെ ജലീയ ലായനിയിൽ അയോണുകൾ ഉള്ളത്, അല്ലെങ്കിൽ അക്വസ് മീഡിയത്തിൽ അയോണുകൾ ഇരിക്കുന്നു. അടുത്ത Cu, കോപ്പർ, ബ്രാക്കറ്റിൽ സോളിഡ്, അതാണ് എസ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ റിയാക്ഷൻ ഇതാണ്. Zn plus Cu2+ gives Zn2++ Cu. എന്താണ് നമുക്ക് കിട്ടിയ റിയാക്ഷൻ? Zn plus Cu2+ gives Zn2++ Cu. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ സിങ്ക് എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0ആണ്. 0 എന്ന് പറയാൻ കാരണം സ്വതന്ത്രാവസ്ഥയിൽ ഏതൊരു ലോഹം ഇരുന്നാലും അതിൻ്റെ ഓക്സിഡേഷൻ സംഖ്യ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 ഇനി Cu2+, അപ്പോൾ ഈ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2ആണ്, 2+ ആണ്, +2 ആണ്. ഇനി ഇത് ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ Zn 0 ഓക്സിഡേഷൻ നമ്പർ
+2 ആയി ഉയർന്നു. ഇവിടെ 0 ഓക്സിഡേഷൻ സംഖ്യ ഇവിടെ 2 ആയി കൂടി. എന്നാൽ ഇവിടെ 2 കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ തൊട്ടപ്പുറത്തേക്ക് പോയപ്പോൾ 0 ആയി കുറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയും റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയും, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സീകരണം, എന്താണ് ഓക്സീകരണം, അതാണ് ഓക്സിഡേഷൻ, ഓക്സീകരണം. അതേപോലെ റിഡക്ഷൻ ഉണ്ട്, നിരോക്സീകരണം, ഓക്സീകരണവും എന്തുകൊണ്ട് നിരോക്സീകരണവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം, നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം. ദാ ഇവിടെ നോക്കൂ, സിങ്കിനെ സംബന്ധിച്ച് 0 ഓക്സിഡേഷൻ നമ്പർ ഈ ഗീവ്സിന് അപ്പുറത്തേക്ക് വന്നപ്പോൾ +2 ആയി ഉയർന്നു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയില്ലേടെ, ഓക്സിഡേഷൻ നമ്പർ കൂടി. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൂടിയത് കൊണ്ട് സിങ്കിൽ നടന്ന പ്രവർത്തനം എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ നോക്കൂ, Cu2+, ഓക്സിഡേഷൻ നമ്പർ +2 ആയിരുന്നു. ഗീവ്സിന് അപ്പുറത്തേക്ക് വന്നപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0 ആയി കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ റെഡ്യൂസ് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെ വിളിക്കുന്ന പേര് റിഡക്ഷൻ. ഇതെന്ന് വിളിക്കും റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണം. ഓക്കെ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ. അപ്പോൾ ഇതാണ് ഈ പ്രോസസ്. നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. Zn plus Cu2 plus gives Zn2 plus Cu. അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ദെൻ കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ചല്ലേ നടന്നത്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു കെമിക്കൽ റിയാക്ഷനിൽ സൈമൾട്ടേനിയസ് ആയി നടന്നതുകൊണ്ട് നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? റിഡോക്സ് പ്രവർത്തനം എന്ന് വിളിക്കാം. കണ്ടോ, റിഡോക്സ് പ്രവർത്തനം നടന്നത് കണ്ടോ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ അകത്ത്. ഓക്കെയാണേ, ഓക്കെയാണ്. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു പോയിൻ്റാണ്, ജസ്റ്റ് ഓർമ്മിക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതൽ വാചാലനായി ഈ കേസ് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എത്രയാണ് എന്നതാണ്. ഇത്തരത്തിലുള്ളൊരു സെല്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. എത്രയാണ്? 1.1 വോൾട്ട് ആണ്. നമ്മൾ ഈ പറഞ്ഞ സെല്ലിൻ്റെ സിങ്ക് കോപ്പർ തമ്മിൽ ചേർത്തൊരു സെല്ലുണ്ടാക്കിയാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? 1.1 വോൾട്ട്. മറക്കുമോ? മറക്കരുത്, 1.1 വോൾട്ട്. ഇനി ഈ 1.1 വോൾട്ട് കിട്ടുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് 2+ ഉണ്ട്, അതേപോലെ Cu2+ ഉണ്ട്. സിങ്ക് 2+ ഉണ്ട്, അതേപോലെ Cu2+ ഉണ്ട്. ഈ അയോണുകളുടെ കോൺസെൻട്രേഷൻ, ഗാഢത എന്ന് പറയുന്നത് എത്രയായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ ഇതിനകത്തുള്ള Cu2+ അയോണുകളുടെയും Zn2+ അയോണുകളുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 1.1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, but this cell has an electric potential value 1.1 volt when the concentrations of Zn2+ and Cu2+ ions become unity. അപ്പോൾ Zn2+ൻ്റെയും Cu2+ൻ്റെയും കോൺസെൻട്രേഷൻ 1 ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കുമ്പോൾ, ഇവിടെ ഉള്ള ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ടാണ്. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞ സിങ്കും കോപ്പറിനെയും വെച്ച് പറഞ്ഞ ഇത്തരത്തിലുള്ള ഡിവൈസുകളെ പൊതുവേ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ദേ ആർ ആൾസോ കാൾഡ് ഗാൽവാനിക് ഓർ വോൾട്ടായിക് സെൽ. ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗാൽവാനിക് ഓർ വോൾട്ടായിക് സെൽ. ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ
ഗാൽവാനിക് സെല്ലും വോൾട്ടായിക് സെല്ലും. അപ്പോൾ ഇവയെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഗാൽവാനിക് സെല്ലെന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? വോൾട്ടായിക് സെല്ലെന്ന് വിളിക്കും. ഓക്കെ ആണോ? ഇപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു പക്ഷേ പുതുതായിട്ട് കേൾക്കുന്ന ടേമായിരിക്കും. ഓക്കെ, ഇപ്പോൾ സയൻസ് പഠിച്ചവരാണ് നമ്മളെല്ലാവരും. അതിപ്പോൾ അതുകൊണ്ട് നമ്മളിത് നേരത്തെ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കേൾക്കുന്നത് ഇപ്പോഴായിരിക്കാം. എന്നാലും പ്രശ്നമില്ല, ഈസിയാണ് ഈ പരിപാടി. അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് പോയിൻറ്റ്സൊക്കെ കുറിച്ചെടുത്ത് നോക്കുക. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. ശരി, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പടത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോഡുകളെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ പേരെന്താണ്ടേ? ആനോഡ്. രണ്ടാമത്തെ ഇലക്ട്രോണിൻ്റെ പേരെന്തോടെ? കാഥോഡ്. ആനോഡും അതുപോലെ കാഥോഡും. ഓക്കെ, ആനോഡിന് എന്ത് ചാർജാണുള്ളത്? സാധാരണഗതിയിൽ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. കാഥോഡിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, സാധാരണഗതിയിൽ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് എന്തുമാണ്? നെഗറ്റീവുമാണ്. ഇവിടെ ഈ സംഗതി, ഈ ഗാൽവാനിക് സെല്ലുകൾ എടുക്കുമ്പോൾ ഇവ തിരിഞ്ഞു വരും. ഇവയിൽ നമ്മൾ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നതിൻ്റെ ബേസ് വെച്ചുകൊണ്ട് മാത്രമാണ് ആരെ പറയുന്നത്? നമ്മുടെ കാഥോഡും ആനോഡിനെയും പറയുന്നത്. ഇനി ഇവിടെ തന്നെ നോക്കൂ, സിങ്കിൽ നിന്നും ഇലക്ട്രോണുകൾ കോപ്പറിലേക്ക് സഞ്ചരിക്കുന്നു. സിങ്കിൽ നിന്നും ഇലക്ട്രോണുകൾ, കണ്ടോ ഇലക്ട്രോണിൻ്റെ ഒരു ആരോ കിടക്കുന്നുണ്ടല്ലോ, ഇലക്ട്രോണുകൾ കോപ്പറിലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ കോപ്പറിലേക്ക് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ, അതിലുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്കായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ സഞ്ചാരം. ഓക്കെ, മനസ്സിലായോ? ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ സഞ്ചാരം. അതാണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ പാതയും കറണ്ടിൻ്റെ പാതയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മളിതിൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ആറ്റങ്ങളായി കഴിഞ്ഞാലും മറ്റ് കണികകളായി കഴിഞ്ഞാലും ഒക്കെ ഇതിൽ സത്യം പറഞ്ഞാൽ നന്നായി ചലിക്കാൻ കഴിയുന്നത് ഇലക്ട്രോണിന് മാത്രമാണ്. അല്ലാതെ മറ്റ് കണികകൾക്ക് ഒരെണ്ണത്തിൽ നിന്ന് പൂർണ്ണമായും മറ്റൊന്നിലേക്ക് പോകാനൊന്നും ഉള്ള കപ്പാസിറ്റി ഇല്ല. ഏറ്റവും കൂടുതലായി ചലിക്കാനും ഇതേപോലെ മാറിപ്പോകാനും ഒക്കെ പറ്റുന്ന ആർക്കാണ്? ഇലക്ട്രോണുകൾക്കാണ്. അപ്പോൾ ഈ ഇലക്ട്രോണുകളുടെ ബേസിലേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആദ്യകാലത്തെ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് എന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കൺസിഡർ ചെയ്താണ് നമ്മുടെ ഈ കെമിസ്ട്രിയൊക്കെ ഡെവലപ്പാക്കി വെച്ചത്. അതുകൊണ്ടാണ്, അല്ലാതെ ഇവിടെ നിന്ന് പോസിറ്റീവ് കണികൾ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടല്ല. ഇവിടെ നിന്ന് നെഗറ്റീവ് ഇങ്ങോട്ട്, ഇവിടെയുള്ള നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും പോസിറ്റീവ് കണികൾ ഇങ്ങോട്ട് തിരിച്ച് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി നമ്മൾ എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ട, ജസ്റ്റ് കാര്യം ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ സാധാരണഗതിയിൽ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. ഗാൽവാനിക് സെല്ലുകൾ വരുമ്പോൾ അത് തിരിച്ചു വരും. ഓർക്കുക, ഇവിടെ സിങ്ക് എന്ന് പറയുന്ന ആനോഡിന് നെഗറ്റീവ് ചാർജും ഇവിടെ കോപ്പർ എന്ന് പറയുന്ന കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ്. ഇനി ഈ സാൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത്, നമ്മൾ സെപ്പറേറ്റ് സാൾട്ട് ബ്രിഡ്ജിനെ എടുത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമുക്കവിടെ പറയാം എന്താണ് സാൾട്ട് ബ്രിഡ്ജ്, എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം, എന്തിനാണത് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അപ്പോഴ് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഗാൽവാനിക് സെല്ലിൽ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു, താഴ്ത്തി വെച്ചിരിക്കുന്നു. കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ താഴ്ത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ രണ്ട് സൊല്യൂഷനുകളെ തമ്മിൽ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെയോ ഒരു
പിന്നെ കറണ്ട് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു വയറുണ്ട്, ഒരു കോപ്പർ വയർ കൊണ്ട് 2 ഇലക്ട്രോഡുകളെയും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ഗാൽവനോമീറ്ററോ ഓൾട്ട്മീറ്ററോ ഒക്കെ നമുക്കിവിടെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഫ്ലോയുടെ അനുസരിച്ച് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ നീഡിൽസിൻ്റെ ഫ്ലക്ച്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, ചലനം കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് കറണ്ട് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെയാണേ? ഓക്കെയാണ്. അപ്പോൾ ഇതവിടെ നോക്കൂ, ഇവിടെ ഒരു 3 കണ്ടീഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ കണ്ടീഷനുകൾ എന്നാണ്. ഇഫ് ആൻ എക്സ്റ്റേണൽ ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ, നമ്മൾ പുറത്തു നിന്ന് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റായി ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്തൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യലിന് ഓപ്പോസിറ്റായി നമ്മളൊരു പൊട്ടൻഷ്യൽ പുറത്തു നിന്ന് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 കണ്ടീഷനുകൾ ഡെവലപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, നമ്മൾ പുറത്തു നിന്ന് അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ. ഈ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ 1.1 വോൾട്ടിനേക്കാൾ ചെറുതാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിനേക്കാൾ ചെറുതാണെങ്കിൽ അവിടെ എന്ത് നടക്കും എന്നാണ്. നോക്കൂ, ഫസ്റ്റ് ബി അപ്ലൈഡ് ആൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ബിലോ 1.1 വോൾട്ട്. 1.1 വോൾട്ടിനേക്കാൾ താഴെയുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോഴോ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് റോഡ് ടു കോപ്പർ റോഡ്. ആ സമയത്ത് ഇലക്ട്രോണുകൾ എവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കും, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് സഞ്ചരിക്കും. കണ്ടോ, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ കറണ്ട് എങ്ങോട്ട് സഞ്ചരിക്കും, ഹെൻസ് കറണ്ട് ഫ്ലോസ് ഫ്രം കോപ്പർ ടു സിങ്ക്. കണ്ടോ, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺസ് പോയി. അപ്പോൾ കറണ്ട് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് വന്നു. ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോയപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടായി. ഇത് കറണ്ട് കണ്ടോ. അപ്പോൾ 1.1 വോൾട്ടിനേക്കാൾ താഴെ നമ്മൾ എന്ത് കൊടുത്താൽ, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുത്താൽ, ആ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ പോകും. കറണ്ടിൻ്റെ ഡയറക്ഷൻ കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് വരും. ഓക്കെ ആണോ? പിന്നെയോ, അപ്പോഴോ സിങ്ക് ഡിസോൾവ്സ് അറ്റ് ആനോഡ്. അപ്പോൾ ഇവിടെ ഈ സിങ്ക് ഡിസോൾവ്സ് അറ്റ് ആനോഡ്, അപ്പോഴോ കോപ്പർ ഡെപ്പോസിറ്റ്സ് അറ്റ് കാഥോഡ്. ആ സമയത്ത് കോപ്പർ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിനേക്കാൾ താഴെ കൊടുത്താൽ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഇലക്ട്രോൺ സഞ്ചരിക്കും. അപ്പോൾ കറണ്ട് കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് സഞ്ചരിക്കും. അങ്ങനെ വരുമ്പോൾ സിങ്ക് ഡിസോൾവ്സ് അറ്റ് ആനോഡ്. ആനോഡിൽ സിങ്ക് ഡിസോൾവ് ചെയ്യുകയും കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. മറക്കുമോ ഈ കണ്ടീഷൻ? മറക്കരുത്. ഓക്കെ ആണോ? ഓക്കെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.